Welcome students to today's video module. Today's topic is transistors or bipolar junction transistors. In the previous all modules, we have learned about diodes and applications of diodes. That all we learned, diodes, Zener diodes and all. Today, we are going to learn about transistors. Okay. What is a bipolar junction transistor? That's the question for today. A bipolar junction transistor is a solid-state current-controlled device in which a thin P layer is sandwiched between two N-type layers, or a thin N layer is sandwiched between two P-type layers. So, we have two types of bipolar junction transistors. They are NPN transistor and PNP transistor. Okay students. Appo bipolar junction transistor transistor ne kurichittana nammal padikkunnathu. Transistor ennu parnal, transistor is actually a 3-terminal, 3-region, 2-junction semiconductor device. Adine 3 terminal undayirikkum, 3 region undayirikkum, 2 junction undayirikkum. Endu junction? A PN junction. 2 PN junctions will be there. So how a transistor is formed? എങ്ങനെയാണ് ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ ഫോർമേഷൻ എന്താണ്? ഒരു ട്രാൻസിസ്റ്ററിൽ ഒരു പി ടൈപ്പ് റീജിയൻ ബിറ്റ്വീൻ ടു എൻ ടൈപ്പ് റീജിയൻ, അല്ലെങ്കിൽ ഒരു എൻ ടൈപ്പ് റീജിയൻ ബിറ്റ്വീൻ ടു പി ടൈപ്പ് റീജിയൻ. സോ ഹൗ ക്യാൻ വി ഫോം എ ട്രാൻസിസ്റ്റർ? ഒരു സിംഗിൾ സിലിക്കൺ ചിപ്പോ അല്ലെങ്കിൽ ജെർമേനിയം ചിപ്പോ എടുത്തിട്ട് അതിന്റെ 2 സൈഡിലും നമ്മൾ പെൻറ്റാവാലന്റ് വെച്ച് ഡോപ്പ് ചെയ്യും. അങ്ങനെ അത് എൻ ടൈപ്പ് ആക്കും. ആൻഡ് മിഡിൽ റീജിയനിൽ ട്രൈവാലന്റ് വെച്ച് ഡോപ്പ് ചെയ്യുന്നു. അങ്ങനെ അത് നമ്മൾ പി ടൈപ്പ് ആക്കി മാറ്റുന്നു. അങ്ങനെ NPN ടൈപ്പ് ട്രാൻസിസ്റ്റർ നമുക്ക് കിട്ടും. അതങ്ങനെയല്ല എങ്കിൽ ഒരു സിലിക്കൺ ഓർ ജെർമേനിയം ചിപ്പ് എടുത്തിട്ട് 2 സൈഡിൽ ട്രൈവാലന്റ് വെച്ച് ഡോപ്പ് ചെയ്ത് പി ടൈപ്പ് ആക്കി മാറ്റുന്നു. മിഡിൽ റീജിയനിൽ പെൻറ്റാവാലന്റ് വെച്ച് ഡോപ്പ് ചെയ്തിട്ട് എൻ ടൈപ്പ് ആക്കി മാറ്റുന്നു. അങ്ങനെ നമുക്ക് PNP ട്രാൻസിസ്റ്റർ കിട്ടും. അപ്പോൾ 2 തരത്തിലുള്ള ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണുള്ളത്. ഒന്ന് NPN ട്രാൻസിസ്റ്ററും മറ്റൊന്ന് PNP ട്രാൻസിസ്റ്ററുമാണ്. അപ്പോൾ എന്താണ് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ? ട്രാൻസിസ്റ്റർ ഈസ് എ 3-region, 3-terminal, 2-junction semiconductor device. There are 2 types of transistor, NPN transistor and PNP transistor. You know students, I told that there are 3 regions for a transistor. ഒരു ട്രാൻസിസ്റ്ററിന് 3 region ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. Which are the 3 regions of a transistor? It is it is emitter, base and collector. ഒരു ട്രാൻസിസ്റ്ററിന്റെ 3 regions എന്ന് അറിയപ്പെടുന്നത് emitter, base and collector. ഇത് 3 എണ്ണമാണ്. Emitter is the region from where charge carriers are emitted. എമിറ്ററിൽ നിന്നാണ് ചാർജ് കാരിയേഴ്സ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എമിറ്റർ ഈസ് എ ഹെവിലി ഡോപ്ഡ് റീജിയൻ. ഈ 3 റീജിയൻ കണക്കാക്കി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടിയ അളവിൽ ഡോപ്പ് ചെയ്തിട്ടുള്ളത് എമിറ്റർ റീജിയനിലായിരിക്കും. എമിറ്റർ ഈസ് ദ ഹെവിലി ഡോപ്ഡ് റീജിയൻ ആൻഡ് ഇറ്റ് ഈസ് ഓഫ് മോഡറേറ്റ് തിക്നെസ് കമ്പയർഡ് ടു ദ അതർ റീജിയൻസ്. ആൻഡ് കളക്ടർ ഈസ് ദ റീജിയൻ വേർ ദ ചാർജ് കാരിയേഴ്സ് ആർ കളക്റ്റഡ്. എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ചാർജ് കാരിയേഴ്സ് കളക്ടറിലാണ് കളക്ട് ചെയ്യപ്പെടുന്നത്. കളക്ടർ തിക്നെസ് കൂടിയ ഒരു റീജിയൻ ആണ്. അതുപോലെ കളക്ടർ ഒരു മോഡറേറ്റ്ലി ഡോപ്ഡ് റീജിയൻ ആണ്. ഇനി എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ചാർജ് കാരിയേഴ്സിന് കളക്ടറിലേക്കുള്ള ഒരു പാസേജ് ആണ്, അല്ലെങ്കിൽ ദ ചാർജ് കാരിയേഴ്സ് പാസ് ത്രൂ എ മിഡിൽ റീജിയൻ കോൾഡ് ബേസ്. ബേസ് ഈസ് ദ thin and lightly doped region. ഈ 3 റീജിയനിൽ ഏറ്റവും കുറഞ്ഞ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഉള്ളതും ഏറ്റവും കുറഞ്ഞ തിക്നെസ് ഉള്ളതും ബേസ് എന്നറിയപ്പെടുന്ന മിഡിൽ റീജിയൻ ആണ്. അങ്ങനെ 3 റീജിയൻ ആണ് ഒരു ട്രാൻസിസ്റ്ററിനുള്ളത്: എമിറ്റർ റീജിയൻ, ബേസ് റീജിയൻ ആൻഡ് കളക്ടർ റീജിയൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ NPN ട്രാൻസിസ്റ്ററിന്റെയും PNP ട്രാൻസിസ്റ്ററിന്റെയും ബ്ലോക്ക് ഡയഗ്രാംസ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ 2 PN ജംഗ്ഷൻ, യു നോ ദാറ്റ് there is an emitter base junction, അതാണ് ഒരു PN ജംഗ്ഷൻ. മറ്റൊന്ന് ഒരു ബേസ് കളക്ടർ ജംഗ്ഷൻ, അതാണ് അടുത്ത PN ജംഗ്ഷൻ. അങ്ങനെ 2 ജംഗ്ഷൻ ആണ് ഒരു ട്രാൻസിസ്റ്ററിന് ഉള്ളത്. 3 regions and 2 junctions. Okay, and
ട്രാൻസിസ്റ്റർ സാധാരണ സർക്യൂട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ബ്ലോക്ക് ഡയഗ്രാം ആയിരിക്കില്ല വരയ്ക്കുക. ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദിസ് ബ്ലോക്ക് ഡയഗ്രാം വി യൂസ് സർക്യൂട്ട് സിമ്പിൾസ്. അപ്പോൾ നമ്മൾ സർക്യൂട്ട് സിമ്പിളുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ ട്രാൻസിസ്റ്ററിന്റെ സർക്യൂട്ട് സിമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യം കാണിച്ചിട്ടുള്ളത് PNP ട്രാൻസിസ്റ്ററിൻ്റെയാണ്. PNP ട്രാൻസിസ്റ്ററിന്റെ സർക്യൂട്ട് സിമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് അതുപോലെ രണ്ടാമത് കാണിച്ചിട്ടുള്ളത് NPN ട്രാൻസിസ്റ്ററിന്റെ സർക്യൂട്ട് സിമ്പിളാണ്. ഹൗ ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ, ഇതൊന്നും എഴുതിയിട്ടുണ്ടാവില്ല സർക്യൂട്ടിൽ, നമ്മളിത് വെറുതെ വരയ്ക്കുകയുള്ളൂ, നമ്മളത് എഴുതില്ല. NPN ആണോ PNP ആണോ എന്ന് എഴുതില്ല. ഇത് NPN ആണ്. അത് മനസ്സിലാക്കുന്നത് യു ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡയറക്ഷൻ ആരോ ഓഫ് കറണ്ട് ഡയറക്ഷൻ ആരോ അറ്റ് ദ എമിറ്റർ. എമിറ്ററിൽ ഒരു കറണ്ട് ഡയറക്ഷൻ കാണിക്കുന്നതിന് ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. ഈ ആരോ നോക്കിയിട്ടാണ് നമ്മളത് NPN ആണോ PNP ആണോ എന്ന് മനസ്സിലാക്കുന്നത്. PNP ട്രാൻസിസ്റ്ററിനാണെങ്കിൽ കറണ്ട് ഫ്ലോ ഈസ് ഫ്രം എമിറ്റർ ടു ബേസ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ കറണ്ട് ഫ്ലോ ഇസ് ഫ്രം ബേസ് ടു എമിറ്റർ, പുറത്തേക്ക് കാണിച്ചിരിക്കുന്നു. അപ്പോൾ ദിസ് ഈസ് ദ ഡിസ്റ്റിംഗ്വിഷിംഗ് ഫാക്ടർ. ഇപ്പോൾ ഈ സിമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ NPN ആണോ PNP ആണോ എന്ന് മനസ്സിലാക്കുന്നത് ഇത് നോക്കിയിട്ടാണ്. ഇനി ഒരു റിയൽ ട്രാൻസിസ്റ്ററിന്റെ പിക്ചർ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. യു ക്യാൻ സി എ പിക്ചർ ഓഫ് എ ട്രാൻസിസ്റ്റർ, എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. ഇങ്ങനെ 3 ടെർമിനൽസ് ആണ് ഉണ്ടാവുക. ദയർ എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ റീജിയനുകളിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ടെർമിനൽസ് ആണത്. ഒരു ട്രാൻസിസ്റ്റർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ എമിറ്റർ, അതൊന്നും എഴുതിയിട്ടുണ്ടാവില്ല ഒന്നിൽ, എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? നോർമൽ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ യു ക്യാൻ സി, ഇതൊരു ഇംഗ്ലീഷ് ലെറ്റർ C പോലെയാണ് നമുക്കത് തോന്നുന്നത്. അപ്പോൾ C എന്ന് പറയുന്ന ലെറ്റർ പോലെ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നേരെ അതിൻ്റെ ടെർമിനൽസ് നിങ്ങളുടെ നേരെ വരുന്ന രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതാ കളക്ടർ, ബേസ്, എമിറ്റർ. സാധാരണഗതിയിലുള്ള ഒരു ട്രാൻസിസ്റ്റർ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു അലൈൻമെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ബ്ലാക്ക് കളറിലുള്ള ബേസ് ബ്ലാക്ക് കളറിലുള്ള ഒരു ബോഡി ഉണ്ട്. ആ ബോഡിയെ ഇംഗ്ലീഷ് ലെറ്റർ C എന്ന് പറയുന്ന പോലെ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ കളക്ടർ, ബേസ്, എമിറ്റർ എന്ന രീതിയിലായിരിക്കും മിക്ക ട്രാൻസിസ്റ്ററിൻ്റെയും വരിക. എന്നാൽ ചില ട്രാൻസിസ്റ്റർ ഉണ്ട് അത് വേറെ ഫോർമേഷനിൽ വരുന്ന, ഓക്കെ, കളക്ടർ, എമിറ്റർ, ബേസ് ഫോർമേഷൻ വരുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ സെർച്ച് ചെയ്തിട്ട് നോക്കേണ്ടതായിട്ട് വരും. എന്നാൽ നോർമൽ കേസിൽ ഒരു സ്റ്റാൻഡേർഡ് ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഈ രീതിയിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് സം ബേസിക്സ് അബൌട്ട് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രാൻസിസ്റ്ററിന് 3 റീജിയൻ ഉണ്ട്, 2 ജംഗ്ഷൻ ഉണ്ടായിരിക്കും. ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. NPN ട്രാൻസിസ്റ്ററിലെ കറണ്ട് ഫ്ലോ ഇസ് ഔട്ട്വേർഡ് ആൻഡ് PNP ട്രാൻസിസ്റ്റർ കറണ്ട് ഫ്ലോ ഇസ് ഇൻവേർഡ്. ഓക്കെ, and this is a original transistor is shown there. Now biasing of a transistor, ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് എങ്ങനെ ബയസ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ബയസ് ചെയ്യുന്നതിന് NPN ആയിക്കോട്ടെ PNP, ഞാനിപ്പോൾ NPN ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് അതിൻ്റെ ബയാസിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു പേര് തന്നെ വന്നിട്ടുള്ളത് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് സിഗ്നൽസ് ഫ്രം എ ലോ റെസിസ്റ്റൻസ് റീജിയൻ ടു എ ഹൈ റെസിസ്റ്റൻസ് റീജിയൻ. അതാണ് ഇറ്റ് ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റൻസ്, അങ്ങനെയാണ്. ഇറ്റ് ട്രാൻസ്ഫർ സിഗ്നൽസ് ഫ്രം ലോ റെസിസ്റ്റൻസ് റീജിയൻ ടു ഹൈ റെസിസ്റ്റൻസ് റീജിയൻ. അപ്പോൾ ട്രാൻസിസ്റ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഇൻപുട്ട് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആയിരിക്കും. ഇത് 2 ഡയോഡ് പോലെ 2 ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ 2 ഡയോഡ് പോലെയാണ് അത് ആക്ച്വലി. അപ്പോൾ ഇൻപുട്ട് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആയിരിക്കണം, ഔട്ട്പുട്ട് ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ആയിരിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. NPN എൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. NPN ബയസിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. NPNൽ ഇത് എമിറ്റർ ബേസ് ജംഗ്ഷൻ, അതാണ് നമ്മളുടെ ഇൻപുട്ട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഇൻപുട്ട് ജംഗ്ഷൻ. ഓക്കെ, ഗ്രീൻ കളർ സർക്കിൾ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇൻപുട്ട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. എമിറ്ററും ബേസും ചേർന്നിട്ടുള്ള ആ ജംഗ്ഷൻ, ദിസ് ഈസ് ദ ജംഗ്ഷൻ, ഒരു ആരോ വെച്ചിട്ട് കാണിച്ചിരുന്നുണ്ട്. ദിസ് ഈസ് ദ ജംഗ്ഷൻ. ആ ജംഗ്ഷൻ അതാണ് ഇവിടുത്തെ ഇൻപുട്ട് ജംഗ്ഷൻ ടു. അപ്പോൾ അത് ഫോർവേഡ് ബയസ് ആയിരിക്കണം. അത് ഫോർവേഡ് ബയസ് ആകുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബാറ്ററി കണക്ട് ചെയ്തിരുന്നത്. VBE എന്നാണ് ആ ബാറ്ററിയുടെ പേര്. VBE, ബേസ് എമിറ്റർ പൊട്ടൻഷ്യൽ ആണ്. ബേസ് എമിറ്റർ പൊട്ടൻഷ്യലിൽ നെഗറ്റീവ് ഈസ് കണക്റ്റഡ് ടു N റീജിയൻ, പോസിറ്റീവ് ഈസ് കണക്റ്റഡ് ടു P റീജിയൻ. അതുകൊണ്ട് തന്നെ ആ ജംഗ്ഷൻ എന്താണ്, ഫോർവേഡ് ബയസ് ആണ്. ഓക്കെ, അതുപോലെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് റീജിയൻ നമ്മൾ റിവേഴ്സ് ബയസിലാണ് കണക്ട് ചെയ്യുന്നത്. ഔട്ട്പുട്ട് റീജിയൻ റിവേഴ്സ് ബയസ്. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് റീജിയൻ എന്ന് പറഞ്ഞാൽ, ഔട്ട്പുട്ട് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ബേസ് കളക്ടർ ജംഗ്ഷൻ ആണ്.
അവിടെ റിവേഴ്സ് ബയസ് വരണമെന്നുണ്ടെങ്കിൽ നോക്കുക, ബാറ്ററി നെഗറ്റീവ് ഓഫ് ദ ബാറ്ററി ഇസ് കണക്റ്റഡ് ടു പി റീജിയൻ ആൻഡ് പോസിറ്റീവ് ഓഫ് ദ ബാറ്ററി ഇസ് കണക്റ്റഡ് ടു എൻ റീജിയൻ. അപ്പോൾ അങ്ങനെ അവിടെ കണ്ട് VCB എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ആണ് കൊടുത്തിട്ടുള്ളത്, കളക്ടർ ബേസ് വോൾട്ടേജ്. കാരണം കളക്ടർ ബേസ് ജംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്നാണ് അതിനർത്ഥമാക്കുന്നത്. സോ ദിസ് ഈസ് ദ ടൈപ്പ് ഓഫ് ബയസിങ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ബയസിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഈ ബയസിങ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫോർവേഡ് ബയസ് ആണല്ലോ, ഇൻപുട്ട് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആണ്. അപ്പോൾ ഇൻപുട്ട് NPN അല്ലേ, അവിടെ നിറയെ ഇലക്ട്രോൺസ് ഉണ്ട്, ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രോൺസ് ആണ്, എൻ റീജിയൻ അല്ലേ. ഈ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? ഓൾ ദീസ് ഇലക്ട്രോൺസ് വിൽ ട്രാവൽ ഫ്രം എൻ റീജിയൻ. ഈ ഫോർവേഡ് ബയസ് ആയതുകൊണ്ട് ഇവിടുന്ന് ജംഗ്ഷനിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും വരിക. ഓക്കെ, ഇറ്റ് ക്രോസസ് ദ ജംഗ്ഷൻ ആൻഡ് കൺസ്റ്റിറ്റ്യൂട്ട് എ കറണ്ട് കോൾഡ് എമിറ്റർ കറണ്ട്. അപ്പോൾ അതൊരു കറണ്ട് സൃഷ്ടിക്കുന്നു. ആ കറണ്ടിന്റെ പേരെന്താ? എമിറ്റർ കറണ്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. സോ ബിക്കോസ് ഓഫ് ദ അപ്ലൈഡ് ഫോർവേഡ് ബയസ് ദ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഫ്രം ദ എമിറ്റർ റീജിയൻ മൂവ് ടുവേർഡ്സ് ദ കളക്ടർ through the base, and this charge carriers that emit from the emitter constitute a current called emitter current, IE. Okay, and ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നത്? കളക്ടർ റീജിയനിലേക്കാണ് പോകുന്നത്. കാരണം കളക്ടർ റീജിയനിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കളക്ടർ റീജിയനിൽ ഇവിടെ നെഗറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് ആണ്, ഹൈ നെഗറ്റീവ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ബാറ്ററിയുടെ അറേഞ്ച്മെന്റ് നോക്കി അറിയാൻ പറ്റും. ബേസ് എമിറ്റർ വോൾട്ടേജിനേക്കാൾ കൂടിയ വോൾട്ടേജ് ആണ് നമ്മൾ കളക്ടറിൽ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എമിറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇവിടെ ഈ ഒരു കേസിൽ ഇലക്ട്രോൺസ് ആണ്. ഇവിടുന്ന് കൊടുത്തിട്ടുള്ള ഇലക്ട്രോൺസ് നമുക്ക് ഈ കളക്ടറിന്റെ ഈ ഇപ്പുറത്തെ നോക്കി അറിയാൻ പറ്റും, പോസിറ്റീവ് ആണ് ഇവിടെ വന്നുള്ളത്. സോ ഓൾ ദീസ് ഇലക്ട്രോൺസ് ആർ മൂവിങ് ടുവേർഡ്സ് ദാറ്റ് പോസിറ്റീവ് ടെർമിനൽ. പക്ഷേ അപ്പോൾ അവിടെ നമ്മൾ ബേസിലും ഒരു പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ചെറിയ പോസിറ്റീവ് ആണ്. മാത്രമല്ല ബേസ് എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അവിടെ കുറച്ച് ഓപ്പോസിറ്റ് ചാർജ് കാരിയേഴ്സ് ഉണ്ടാവും. ആരാണ് ഓപ്പോസിറ്റ് ചാർജ് കാരിയേഴ്സ്? ഹോൾസ് ആണ്. സോ ഈ the majority charge carriers moving from emitter to collector pass through the base, and some of them recombine with the opposite charge carriers in the base region. Base regionിലുള്ള opposite charge carriers ആയിട്ട് കമ്പൈൻ ചെയ്യുകയും അവിടെ ഒരു കറണ്ട് ഉണ്ടാകും. ആ കറണ്ടിന്റെ പേരാണ് ബേസ് കറണ്ട് എന്നറിയപ്പെടുന്നു. And the remaining majority charge carriers from emitter continue their journey towards the collector and combine and move towards the collector region. So that constitute another current that called collector current. So we can write the equation I is equal to IB plus IC. Once again, due to the applied forward bias, majority charge carriers from emitter region move towards collector region through the base, and that constitute a current called emitter current. Out of these majority charge carriers started from emitter, a few of them recombine with the opposite charge carriers at the base region, and that constitute a current known as base current IB. The remaining charge carriers will continue towards collector and constitute another current called the collector current IC. Okay, so this is the basic transistor biasing network. അപ്പോൾ ട്രാൻസിസ്റ്റർ NPN ട്രാൻസിസ്റ്ററിന്റെ ഫിഗർ വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് PNP വെച്ചിട്ടും ഇതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ ബയസിംഗ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ സ്റ്റുഡൻസ്, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ മോഡ്യൂൾ. താങ്ക് യു സ്റ്റുഡൻസ്.